ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിക്കുട്ടൻ്റെ അംഗനവാടിയിലെ കുറച്ച് വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. കാശിയുടെ അംഗനവാടിയിൽ അവരിപ്പോൾ പഠിപ്പിക്കുന്ന തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയും മഴയും എന്നുള്ളൊരു തീമാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൽ മഴവില്ല് വരച്ച് കളർ ചെയ്തുകൊണ്ട് പോകണം. അതുപോലെ തന്നെ കുട ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ മഴവില്ല് വരയ്ക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. പെൻസിൽ കൊണ്ട് തന്നെ ഇങ്ങനെ നോർമലായിട്ട് ഇപ്പം നമുക്കിങ്ങനെ വരച്ചാൽ മതി. കുട്ടികൾക്ക് അംഗനവാടിയിലേക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോരോ കളറായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്രയോൺസ് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. ഞാനിപ്പം കുറച്ച് അടിച്ചടിച്ച് കൊടുക്കുന്നതേ ഉള്ളേ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഇടയ്ക്ക് രാമായണം വായിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് അമ്മ വായിക്കുന്നതാണ്. അമ്മ രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിക്കാനിരിക്കും കേട്ടോ. അതാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി കളറും കൂടെ നമ്മൾ മഴവില്ലിന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വയലറ്റ്, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രീന്, ലൈറ്റ് യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ മേഘങ്ങൾക്കും ഞാൻ ബ്ലൂ കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് ചെറിയ മേഘങ്ങൾ പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിനും ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മൾ പെൻസിൽ കൊണ്ടാട്ടോ, ഇത് പേന കൊണ്ടല്ല കേട്ടോ, നമ്മൾ ആ ബ്ലൂ കളറിൻ്റെ മുകളിൽ കൂടെ വരച്ചിരിക്കുന്നത് കൊണ്ടാണ് പെൻസിൽ കൊണ്ട് ഔട്ടർ ലൈൻ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ മഴത്തുള്ളികളും വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനും ഔട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. പെൻസിൽ കൊണ്ട് തന്നെ കൊടുക്കുന്നത് കേട്ടോ. ഈ ക്രയോൺസിൻ്റെ മുകളിലൂടെ കൊടുത്തിട്ടാണ് പേന കൊണ്ട് കൊടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അപ്പം മഴവില്ലിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുട ഉണ്ടാക്കാൻ തുടങ്ങാവേ. കുടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ കമ്പിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുണ്ട്. ഇങ്ങനെ നീളത്തിൽ കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അളവിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ടിംഗ് പ്ലെയർ കൊണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കട്ടിംഗ് പ്ലെയർ കൊണ്ടിട്ടാകുമ്പോൾ നമുക്ക് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോരോ കമ്പികൾ കട്ട് ചെയ്തെടുക്കാം. കുടയുടെ പിടിക്ക് വേണ്ടിയിട്ടുള്ള കമ്പി നമുക്ക് വേണം. അത് ഞാൻ 2 ഇഴയിട്ടിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ ആ കുടയുടെ പിടിക്ക് നല്ലൊരു ബലം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുടപ്പിടി ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ 2 കമ്പി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വളച്ചെടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ കുടയുടെ മുകളിലത്തെ ഇതുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് സിംഗിൾ ഓരോരോ കമ്പികൾ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 5 എണ്ണം ഇങ്ങനെ ലെയറായിട്ട് നമ്മളിങ്ങനെ കോർത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ എടുത്ത കമ്പി നമ്മൾ ഇനിയിപ്പം മറ്റേ ആ പിടിയിൽ നമ്മളത് സെറ്റ് ചെയ്യണം. ആ പിടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ കമ്പി ഇങ്ങനെ ഇച്ചിരി വളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ഒരു വയറ് കൊണ്ടിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് അത് സെറ്റായിട്ടിരിക്കുകയുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ നല്ലപോലെയൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാൻ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഷോളിൻ്റെ സൈഡിലുള്ള കുറച്ച് വർക്കിൻ്റെ ഇതാണ് കേട്ടോ. അന്ന് ആവശ്യമില്ലാത്ത ഷോളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ. കുടയുടെ സൈഡിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തുണി കൊണ്ടിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടയുടെ അടിഭാഗത്തായിട്ട് സൂചി നൂലും കൊണ്ടാണ് നമ്മൾ കൈ കൊണ്ടാണ് തയ്ച്ച് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷോളേന്ന് ഈ സംഭവം, അത് നമുക്ക് കുടയുടെ ചുറ്റും ഇങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുടയുടെ സൈഡ് ഭാഗമൊക്കെ തയ്ച്ച് നല്ല പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഷോളിൽ നിന്ന് എടുത്ത സംഭവം കൂടെ തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ. അതും കൂടെ തയ്ച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തതാണ്. അത് ഭംഗിയുണ്ട്. ഇങ്ങനെ കുലുക്കുമ്പോൾ നല്ലൊരു മുത്തുക്കുട പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. ഇനി നമുക്കിതിൻ്റെ പിടിയുണ്ടല്ലോ, ആ പിടിയിലും കൂടെ ഇതിൻ്റെ ബാക്കി ഭാഗമുണ്ട് കേട്ടോ. ആ
ആ മുത്ത് പോലെ കിടക്കുന്നത് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ആ റെഡ് കളർ മാത്രം കുടയുടെ പിടിയിലും കൂടെ ചുറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ അതും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. കുടയുടെ ഫൈനൽ ലുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് കാശിക്ക് അംഗനവാടിയിൽ കൊടുത്തു വിടണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.